നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിവിടെ പറയുന്നത് വ്യാഴമാറ്റം, അതുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം രാശിക്കാർക്ക് ഭാഗ്യ അനുഭവങ്ങൾ, ഏതെല്ലാം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലം, ഏതെല്ലാം രാശിക്കാർക്ക് ദൈവാനുഗ്രഹം മറയുന്നു എന്നതിനെ പറ്റിയൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. വ്യാഴമാറ്റം നടക്കുന്നത് കൊല്ലവർഷം 1201 ആണ്ട് ഇടവം 18 ചൊവ്വാഴ്ച പുലർച്ചെ 1:50 AM ഗുരു മിഥുനരാശിയിൽ നിന്ന് കർക്കിടക രാശിയിലോട്ട് പ്രവേശിക്കുന്നു. ആദ്യമായി തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഈ ചാനൽ ആദ്യമായി കാണുന്ന മാന്യ പ്രേക്ഷകർ, സുഹൃത്തുക്കൾ ഒക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. ആദ്യമായിട്ട് മേടരാശി. മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം. നിങ്ങൾക്ക് വ്യാഴം 4-ാം ഭാവം, സുഖസ്ഥാനം, വാഹനസ്ഥാനം, മാതൃസ്ഥാനം, ബന്ധുജനങ്ങൾ, അങ്ങനെയുള്ള ഇതിൻ്റെ ഗ്രഹസ്ഥാനം, ഇങ്ങനെ അനവധി കാര്യങ്ങളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പുരോഗമനങ്ങൾ ഉണ്ടാവും. ഗ്രഹം നിർമ്മാണം അല്ലെങ്കിൽ മോടി കൂട്ടൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ ഉണ്ടാവും. പിന്നെ പിതൃ സ്വത്തുക്കൾ ലഭിക്കാനുള്ളവർക്ക് അത് കിട്ടാനുള്ള സാധ്യത, അതിനെപ്പറ്റിയുള്ള ചിന്തകൾ ഉണ്ടാകും. പിന്നെ മാതാവിന് നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ, മാതാവിനോ ബന്ധുജനങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അത് രോഗശമനം ഉണ്ടാകുന്നതായി കാണുന്നു. പിന്നെ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ, ക്രയവിക്രയങ്ങൾ നടത്താനുള്ള സാഹചര്യം ഉണ്ട്. പുതിയ സ്ഥാപനങ്ങൾ, നമ്മളെന്തെങ്കിലും കച്ചവടവുമായി ബന്ധപ്പെട്ട് പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായ സമയമാണ്. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കും. വിദ്യാർത്ഥികൾക്ക് വിജയം ഉണ്ടാകുന്നു. ഗവൺമെൻറ് ജോലി സാധ്യത. പിന്നെ രാഷ്ട്രീയ മേഖലയിൽ അവർക്കും ആഗ്രഹ സാഫല്യങ്ങൾ, സ്ഥാനമാനങ്ങൾ ഒക്കെ കിട്ടാനുള്ള സാധ്യത തെളിയുന്നു. ഇതൊക്കെ വ്യാഴം നമുക്ക് നൽകാൻ തയ്യാറായിട്ട് നമ്മുടെ സുഖസ്ഥാനത്തുണ്ട്. എന്നാൽ ഈ രാശിക്കാർക്ക് ഇപ്പോൾ വ്യാഴമാറ്റത്തെക്കുറിച്ച് ആണ് പറയുന്നുവെങ്കിലും ഈ രാശിക്കാരെ സംബന്ധിച്ച് ഏഴര ശനികാലം നിലവിലുണ്ട്. അപ്പോൾ ശനി പ്രീതി കൂടി ചെയ്തു പോകണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി അടുത്ത് പറയുന്നത് ഇടവമാണ്. ഇടവ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് വ്യാഴം 3-ൽ മറയുന്നു. ഭയപ്പെടേണ്ട. ഈ 3-ൽ നിന്നുള്ള വ്യാഴം എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധ ചെലുത്തി പോകണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ധനപരമായ ക്ഷീണാവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യത. എന്നിരുന്നാലും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് നമുക്ക് ദോഷങ്ങൾ കൂടുതലായിട്ട് വരത്തില്ല. ആ ദൈവാനുഗ്രഹത്തിനായിട്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ വ്യാഴാഴ്ച ചെയ്യുക. മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ വ്യാഴാഴ്ച
വിശേഷ പ്രാർത്ഥന നടത്തുക. പിന്നെ സഹോദര ഗുണം, സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സഹകരണ മേഖല, നമ്മൾ സഹകരിക്കുന്ന ആൾക്കാർ മുഖേനയും ചില ഗുണഫലങ്ങൾ സിദ്ധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരും, അത് വിദ്യാർത്ഥികളായിരുന്നാലും ശരി, തൊഴിൽ രംഗത്ത് ഉള്ള ആൾക്കാരായാലും ശരി, വിവിധ മേഖലയിലുള്ള ആൾക്കാർ ഈ ധനപരമായ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയും നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഉള്ള തൊഴിലിൽ കൂടുതൽ ജാഗ്രതയോടെ കൃത്യനിഷ്ഠയോടെ പ്രവർത്തിക്കണം എന്നതാണ് ഈ വേഴത്തെ കൊണ്ട് ഈ 3-ലുള്ള ഫലം സൂചിപ്പിക്കുന്നത്. അപ്പോൾ മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക, അത് പ്രതിവിധി അതാണ്. ഭയപ്പെടേണ്ട ആവശ്യമല്ല, എല്ലാം ഒരു കരുതൽ വേണം. അതിലേക്കാണ് പ്രകാരം പറയുന്നത്. ഇനി പറയുന്നത് മിഥുനമാണ്. മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർതം, മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം നിങ്ങളുടെ ധനസ്ഥാനം, ധനം, വാക്ക്, വിദ്യ, പ്രവൃത്തി, ധനം, നമ്മുടെ സ്വന്തം ഭവനം എന്നിവ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അവിടെയാണ് വേഴം പ്രവേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ധനലാഭം, ജീവിതത്തിൻ്റെ ഏത് മേഖലയിലുള്ള ആൾക്കാരായിരുന്നാലും ധനപരമായ പുരോഗതി ഉണ്ടാകും എന്നാണ് കാണുന്നത്. പിന്നെ നമുക്ക് നല്ല കാര്യങ്ങൾ, നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ള മനസ്സ് ഉണ്ടാകും എന്നും കാണുന്നു. വിദ്യാർത്ഥികൾക്ക് നല്ല വിജയം ഉണ്ടാകും. ഗവൺമെൻറ് ജീവനക്കാർക്ക് പ്രൊമോഷൻ, ശമ്പള വർധനവ് അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാകുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം കിട്ടുന്നതായി കാണുന്നു. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കും. പിന്നെ ബാങ്ക് ഡിപ്പോസിറ്റ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഭാഗ്യം ഉണ്ടായി വരുന്നതായി കാണുന്നു. പിന്നെ ഗ്രഹനിർമ്മാണം, വീട് വയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ള ഭവനം മെയിൻ്റനൻസ് ചെയ്യാനുള്ള അവസരവും ഉണ്ടാകുന്നു. പിന്നെ ക്രയവിക്രയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് കൊടുക്കൽ വാങ്ങലുകൾ, അതൊക്കെ തന്നെ ഈ വേഴം നിങ്ങളുടെ ധനസ്ഥാനത്ത് ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകത്തിൽ നിന്നുകൊണ്ട് പറയുന്നു. ഇതൊക്കെ പറഞ്ഞു വേഴത്തെ നമുക്ക് പരിപോഷിപ്പിച്ചാൽ കൂടുതൽ കാലതാമസമൊന്നും വരാതെ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ, ഞാൻ ഈ പറഞ്ഞ ഭാഗ്യങ്ങൾ നമ്മുടെ കയ്യിൽ എത്തിച്ചേരുന്നതാണ്. ഇതെല്ലാം വേഴത്തെ കൊണ്ടുള്ള ഫലമാണ് പറയുന്നത്. എന്നാൽ ഈ രാശിയിൽ ശനിയുടെ ബന്ധമുണ്ട്. അത് ആയതിനാൽ ശനിപ്രീതി കൂടി ചെയ്തു പോകണം ശനിയാഴ്ച. ഇനി പറയുന്നത് കർക്കിടകമാണ്. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർതത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം ആ രാശിയിൽ നിലകൊള്ളുന്നു. അതൊരു പൂർണ്ണമായ ഭാഗ്യത്തിനുള്ള വഴി തെളിയുന്നു. കഴിഞ്ഞ കാലത്തുള്ള ധനപരമായ നഷ്ടങ്ങളോ ഒക്കെ ഈ രാശിക്കാർക്ക് അനുഭവത്തിലുണ്ടായിരുന്നു. അതെല്ലാം തന്നെ മാറി നല്ല ഒരു അവസ്ഥയിലോട്ട് പോകുന്നു. യുവാക്കൾക്ക് വിവാഹാധികാര്യങ്ങൾ നടക്കും. പിന്നെ വിദേശയാത്ര ശുഭകരമായി കാണുന്നു. സന്താനം ഇല്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താനഭാഗ്യം തെളിയുന്നു. വാഹനയോഗം, ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകും. പിന്നെ നല്ല ആളുകളുടെ സഹകരണം ഉണ്ടാകും. ക്രയവിക്രയങ്ങൾ, അതായത് കൊടുക്കൽ വാങ്ങലുകൾ ഒക്കെ തന്നെ നടക്കാൻ സാധ്യത. തൊഴിലിൽ നല്ല നേട്ടം തന്നെ ഉണ്ടാകും. ഗ്രഹനിർമ്മാണമോ ഗ്രഹം മോടി കൂട്ടലോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കും. അപ്പോൾ പൊതുവേ ഈ കർക്കിടക രാശിക്കാർക്ക് കഴിഞ്ഞ കാലത്തുള്ള വിഷമതകളൊക്കെ മാറി നല്ല ഒരു അനുഭവം
വേഴം നൽകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വേഴത്തെ കൊണ്ട് നമുക്ക് കർക്കിടക രാശിയെ സംബന്ധിച്ച് പൂർണ്ണമായും ഗുണഫലം തന്നെയാണ്. എന്നാൽ നിങ്ങളുടെ അഷ്ടമത്തിൽ രാഹു സഞ്ചരിക്കുന്നു. അപ്പോൾ നാഗരാജ പ്രീതി കൂടി ചെയ്യേണ്ടതാണ്. ഇനി പറയുന്നത് ചിങ്ങമാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് വേഴം മറയുന്നു, 12-ലാണ്. ഭയപ്പെടേണ്ട. ധനപരമായ കാര്യങ്ങൾ കൂടുതൽ കരുതൽ എടുത്താൽ നന്ന്. പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമല്ല. കടബാധ്യത ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മാത്രമല്ല, നമ്മുടെ സന്താനങ്ങളുടെ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് അലസത, മടി അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. അത് കൂടുതൽ കരുതലെടുക്കുക എഴുത്ത് പരീക്ഷയും മറ്റും വരുമ്പോൾ. പിന്നെ വിദേശത്തുള്ളവർ നാട്ടിൽ വരാനുള്ള കാര്യങ്ങൾ ആലോചിക്കും. പൊതുവെ ചിങ്ങരാശിക്കാർക്ക് അത്രത്തോളം ശുഭകരമല്ല. അപ്പോൾ വേഴപ്രീതി ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. എന്നാൽ ഈ ചിങ്ങരാശിക്കാർക്ക് 31/10/2026 ആ സമയം, അതായത് വരുന്ന ഒക്ടോബർ മാസം 31-ാം തീയതി വേഴം രാശി മാറുന്നു. അത് നിങ്ങളുടെ ചിങ്ങരാശിയിലോട്ടാണ്. ഏകദേശം 3 മാസത്തോളം ഈ രാശിയിൽ നിൽക്കും. അത് നിങ്ങൾക്ക് വളരെ പ്രയോജനമായി തീരും. നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി പറയുന്നത് കന്നിയാണ്. കന്നി രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 3/4 ഭാഗം, അത്തം, ചിത്തിര പകുതി. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം അഭിഷ്ടസ്ഥാനമായ 11-ൽ വരുന്നു, ലാഭസ്ഥാനം. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ധനപരമായ പുരോഗതി, ജോലി സാധ്യത, ക്രയവിക്രയങ്ങൾ, വിദേശയോഗം, കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ, വിവാഹാദി കാര്യങ്ങൾ, സന്താനഭാഗ്യം, അങ്ങനെ ഭൗതികമായിട്ടുള്ള എല്ലാവിധമായ ഭാഗ്യ അനുഭവങ്ങളും കന്നിരാശിക്കാർക്ക് ഉണ്ടാകുന്നതായി കാണുന്നു. യാത്രകൾ ശുഭകരം. വിദ്യാർത്ഥികൾക്ക് എഴുത്ത് പരീക്ഷയിൽ വിജയം, ഉദ്യോഗലബ്ധി. രാഷ്ട്രീയക്കാർക്ക് പദവികൾ, സ്ഥാനമാനങ്ങൾ അതൊക്കെ കിട്ടാനുള്ള സാധ്യതയും തെളിയുന്നു. പൊതുവെ കന്നിരാശിക്കാർക്ക് വേഴം പൂർണ്ണമായ ഭാഗ്യം തന്നെ നൽകുന്നു. എന്നാൽ ഈ രാശിയെ സംബന്ധിച്ച് ശനിയുടെ ബന്ധം നിലവിലുണ്ട്. അപ്പോൾ ശനിപ്രീതി കൂടി ചെയ്യേണ്ടതാണ് ശനിയാഴ്ച. ഇനി പറയുന്നത് തുലാമാണ്. തുലാരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാൽ. നിങ്ങൾക്ക് വേഴം കർമ്മസ്ഥാനത്താണ് വരുന്നത്. കർമ്മം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവൃത്തി മണ്ഡലം, തൊഴിൽ സ്ഥാനം. അപ്പോൾ തൊഴിൽപരമായിട്ട് ഈ വേഴം 10-ൽ വരുമ്പോൾ പൊതുവേ മറ്റുള്ള രാശിയിലാണെങ്കിൽ ചില തൊഴിൽ സ്ഥാനചലനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളോ വരാൻ സാധ്യത ഉണ്ട് എന്ന് പറയേണ്ടി വരും. എന്നാൽ ഈ രാശിയെ സംബന്ധിച്ച് വേഴത്തിൻ്റെ ഉച്ചക്ഷേത്രമായിട്ടുള്ള കർക്കിടകം ആയതിനാൽ നിങ്ങൾക്ക് തൊഴിൽപരമായ പുരോഗമനം ഉണ്ടാകും. എന്നാലും ഈ പുരോഗതി ഉണ്ടാകും എന്ന് പറഞ്ഞു. എന്നാലും ജോലിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട കാലമാണ്. ധനം, വാക്ക്, വിദ്യ എന്നിവയ്ക്ക് വിജയം ഉണ്ടാകും.
നല്ല പ്രവൃത്തികൾ ചെയ്യാനുള്ള മനസ്സ് ഉണ്ടാകും. മറ്റുള്ളവർക്ക് നല്ല അറിവ്, ഈ വേഴമാണ് നിങ്ങളുടെ കർമ്മസ്ഥാനത്ത് വരുന്ന അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉറവിടമായിട്ടുള്ള വേഴമാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് നമുക്ക് അറിവ് പകർന്നു കൊടുക്കാനും കഴിയും എന്ന് തന്നെയാണ് കാണുന്നത്. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും. എന്നാൽ ഇത്രയൊക്കെ പറഞ്ഞുവെങ്കിലും ഈ വേഴത്തിൻ്റെ അവസ്ഥ നല്ലതാണ്. എന്നാൽ ചില ഏറ്റക്കുറച്ചിലുകളും ഉണ്ടായേക്കാം, ദോഷമായിട്ടല്ല. അപ്പോൾ ഈ പ്രധാനമായിട്ട് നമ്മുടെ തൊഴിൽ രംഗത്ത് കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കുക. മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ വ്യാഴാഴ്ച ചെയ്യാം. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടദേവതകളൊക്കെ ഉണ്ട്. ഇഷ്ടദേവത, കുടുംബദേവത. അപ്പോൾ അവരെയൊക്കെ പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നമുക്ക് നല്ലത് തന്നെ സംഭവിക്കും. ഇനി പറയുന്നത് വൃശ്ചികമാണ്. വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, കേട്ട. നിങ്ങൾക്ക് വേഴം മഹാഗുരു ഭാഗ്യസ്ഥാനത്താണ് വരുന്നത്. എല്ലാ വിധമായ തടസ്സങ്ങളും കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്ന രോഗദുരിതങ്ങൾ, കഷ്ടതകൾ ഒക്കെ തന്നെ തുടച്ചു മാറ്റി നല്ല ഭാഗ്യ അനുഭവങ്ങൾ തരുന്നതിലേക്ക് ഭാഗ്യസ്ഥാനത്ത് വന്നിട്ടുണ്ട്. വിവാഹാദി കാര്യങ്ങൾ, സന്താനം ഇല്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താനഭാഗ്യം, പിന്നെ വിദേശയാത്രകൾ, ക്രയവിക്രയങ്ങൾ ഒക്കെ തന്നെ നടക്കുന്നതായി കാണുന്നു. വിദ്യാർത്ഥികൾക്ക് വലിയ വിജയം കാണുന്നു. ഉദ്യോഗലബ്ധി ഉണ്ടാകുന്നു. പിന്നെ പിതൃ സ്വത്തുക്കൾ കിട്ടാനുള്ളവർക്ക് അത് കിട്ടാനുള്ള സാധ്യതയും ഈ രാശിക്കാരെ സംബന്ധിച്ച് കാണുന്നു. പൊതുവെ കഴിഞ്ഞ കാലത്ത് അനുഭവിച്ച വേദനകളും വിഷമങ്ങളുമൊക്കെ നീക്കപ്പെടുന്നു. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഗുരുവിനെ പ്രീതിപ്പെടുത്തി അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോയാൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ടാകും. ഇതെല്ലാം വൃശ്ചിക രാശിക്കാരെ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് എന്നാൽ നിങ്ങളുടെ കേന്ദ്രസ്ഥാനമായ 4-ൽ രാഹു സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ നാഗരാജ പ്രീതി കൂടി ചെയ്യേണ്ടതാണ്. ഇനി പറയുന്നത് ധനുവാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് വേഴം അഷ്ടമത്തിൽ മറയുന്നു. ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക. വ്യാഴാഴ്ച മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഏതു കാര്യം ചെയ്യുമ്പോഴും എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല. ഈ വേഴം അഷ്ടമത്തിൽ നിന്നിട്ട് നമ്മുടെ പ്രവൃത്തി സ്ഥാനത്തോട്ട് ദൃഷ്ടി ചെയ്യും. അതുകൊണ്ട് തന്നെ ധനപരമായ കാര്യങ്ങൾ എട്ടിൽ നിന്നിട്ടുള്ള ദൃഷ്ടി അത്രത്തോളം ശുഭകരമല്ല. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവൃത്തികളും ആലോചിച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ധനപരമായ നഷ്ടം ഉണ്ടാകാൻ സാധ്യത. പറഞ്ഞ് ഭയപ്പെടുത്തുന്നതല്ല. അപ്പോൾ മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ വ്യാഴാഴ്ച ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മളുടെ സന്താനങ്ങളുടെ കാര്യം, അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടായിരുന്നാലും ആരോഗ്യ സംബന്ധിയായിരുന്നാലും എല്ലാ കാര്യങ്ങളും ഒരു ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാലമായി കാണുന്നു. ക്രയവിക്രയങ്ങൾ, അത് നമ്മളെന്തെങ്കിലും തുടങ്ങാനോ ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നവർക്ക് അത് മറ്റൊരു സമയത്തേക്ക് മാറ്റി വയ്ക്കുന്നത് ഉചിതമാണ്. ദൈവാനുഗ്രഹം നേടുക. വ്യാഴാഴ്ചയും ശനിയാഴ്ചയും. അത് പറയാനുള്ള കാരണം, ശനി നിങ്ങൾക്കിപ്പോൾ കേന്ദ്രസ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു 4-ൽ. അപ്പോൾ നിലവിൽ കണ്ടകശനിയുണ്ട്. അതിൻ്റെ കൂടെ വേഴം അഷ്ടമത്തിൽ മറയുന്നു.
അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് പക്വതയോടുകൂടി പ്രവർത്തിക്കാൻ ശ്രമിക്കുക. വിദ്യാർത്ഥികൾ അലസത, മടിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിജീവിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഉപാസനാമൂർത്തികളുണ്ട്, ഇഷ്ടദേവതകളുണ്ട്, കുടുംബദേവതകളുണ്ട്. ഇവരെയൊക്കെ നമ്മൾ മറക്കാതെ പ്രാർത്ഥിക്കുക, കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ഇനി പറയുന്ന മകരമാണ്. മകരരാശിക്കാർക്ക് വളരെ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ ഒരു വർഷക്കാലം അനുഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ തന്നെ നീക്കപ്പെടുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവർക്കും ഒരു ഭാഗ്യാനുഭവം തന്നെ ഉണ്ടാകുന്നു. വിവാഹാധികാര്യങ്ങൾ നടക്കും. പിന്നെ സന്താനങ്ങൾ ഇല്ലാതിരുന്ന ആൾക്കാർക്ക് സന്താനഭാഗ്യം തെളിയുന്നു. യാത്രാഗുണം, വിദേശയാത്ര, തീർത്ഥയാത്ര, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സഫലമാകും. വിദ്യാർത്ഥികൾക്ക് വളരെ വിജയങ്ങൾ ഉണ്ടാകുന്നു. ഉദ്യോഗ ലബ്ധി, വാഹനലാഭം, പിന്നെ ക്രയവിക്രയങ്ങൾ, ഗൃഹനിർമ്മാണം, ഗ്രഹം പുതുതായി പണിയുകയോ മോടി കൂട്ടലുകളോ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ രോഗം, കഴിഞ്ഞ കാലത്ത് രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് രോഗശമനമുണ്ടാകും. പിന്നെ രാഷ്ട്രീയ മേഖലയിൽ ഉള്ള ആൾക്കാർക്കും സ്ഥാനമാനങ്ങൾ ലഭിക്കും. പൊതുവെ മകരക്കൂറുകാർക്ക് 7-ലാണ് വ്യാഴം വന്നിരിക്കുന്നത്. ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ തന്നെ സഫലമായി വരും. ആയതിലേക്ക് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക വ്യാഴാഴ്ച. പിന്നെയുള്ളത് നിങ്ങളുടെ ധനസ്ഥാനത്ത് രാഹു സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ നാഗരാജ പ്രീതി കൂടി ചെയ്യുന്നത് ഉചിതം. ഈ മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ്. ഇനി പറയുന്നത് കുംഭരാശിയാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് വ്യാഴം മറയുന്നു. ഭയപ്പെടേണ്ട, ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക. വ്യാഴാഴ്ചകളിൽ ഏത് കാര്യം ചെയ്യാൻ ഇറങ്ങിയാലും ആലോചിച്ച് വേണം ചെയ്യാൻ. നിങ്ങളുടെ 6-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ചിന്താമണ്ഡലം തന്നെ ചില നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സഹകരിക്കുന്ന ആൾക്കാർ മുഖേനയോ അല്ലാതെയോ ഒക്കെ വരും. അപ്പോൾ ആലോചിച്ച് വേണം ധനപരമായ കാര്യങ്ങൾ ചിലവഴിക്കാൻ. അതുമാത്രമല്ല, സന്താനങ്ങളുടെ കാര്യം, അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുമൊക്കെ കാഴ്ച ചിലവുകളൊക്കെ വരാതെയൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവർക്ക് ഈ ദൈവാനുഗ്രഹം വേഴത്തെ കൊണ്ട് ഗുണഫലം അല്ലാത്തതുകൊണ്ട് ഈ വിദ്യയിൽ നമ്മൾ എഴുത്ത് പരീക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്നുവെങ്കിൽ കാര്യമായ തയ്യാറെടുപ്പ് ആവർത്തിച്ച് ആത്മാർത്ഥമായ ഒരു പ്രാക്ടീസൊക്കെ ചെയ്ത് പോയാലേ അത് രക്ഷപ്പെട്ടു വരത്തുള്ളൂ. പരാജയമായിട്ട് കാണണ്ട, പരാജയം വരാതിരിക്കാനാണ് ഇപ്രകാരം ഞാൻ പറയുന്നത്. പിന്നെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ, പുതിയ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ധനപരമായ കാര്യങ്ങളോ ഈ ക്രയവിക്രയങ്ങളോ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഇപ്പോൾ അത്രത്തോളം ഉചിതമായ സമയമല്ല. അത് മറ്റൊരവസരത്തിലോട്ട് മാറ്റിവെക്കാം. അതിനുള്ള അവസരം വരുന്നുണ്ട്. അത് 31/10/2026 ശേഷം നിങ്ങളുടെ ഈ കുംഭരാശിക്കാർക്ക് വ്യാഴം 7-ൽ പ്രവേശിക്കും. അതുകൊണ്ട് തന്നെ ആ സമയത്തേക്ക് മാറ്റിവെക്കുന്നത് നല്ലതാണ്, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ.
അപ്പോൾ തൽക്കാലം ഈ 3 മാസത്തേക്ക് ഉള്ള ഒരു വ്യാഴം മറഞ്ഞ അവസ്ഥയുണ്ട്. അത് പിന്നീട് നിവൃത്തി സ്ഥാനത്ത് വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഇനി പറയുന്നത് മീനമാണ്. മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. നിങ്ങൾക്ക് എല്ലാവിധമായ ഭാഗ്യ അനുഭവങ്ങളും ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നു. നിങ്ങളുടെ 5-ാം ഭാവത്തിലാണ് വ്യാഴം ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ കാലത്തുള്ള വിഷമതകളോ ക്ഷീണാവസ്ഥകളോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നവർക്ക് രോഗശമനം ഉണ്ടാകുന്നു, നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നു, രോഗം മാറുന്നു. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഈ വ്യാഴത്തെ കൊണ്ട് നമുക്ക് കിട്ടാവുന്നതാണ്. പിന്നെ വ്യാഴം 5-ലെ സ്ഥിതി പറയുന്നത് ഭൗതികമായിട്ടുള്ള നമ്മൾ നേരത്തെ ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നടക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും പെടും. വിവാഹ യോഗം, വിവാഹ സാധ്യതകൾ, പിന്നെ സന്തതി പരമ്പര, അതായത് സന്താനങ്ങളില്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. പിന്നെ ക്രയവിക്രയങ്ങൾ, വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, അതുവഴി ഉദ്യോഗത്തിലെത്തി, അങ്ങനെയുള്ള എല്ലാവിധമായ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നു. പിന്നെ ഗ്രഹനിർമ്മാണമോ മോടി കൂട്ടലോ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. പൊതുവെ ഈ മീനരാശിയെ സംബന്ധിച്ച് എല്ലാവിധ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ഒരു ശുഭ അവസ്ഥ, ആഗ്രഹ സാഫല്യം ഒക്കെ ഉണ്ടാകുന്നു. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായ സമയമാണ്. ഇതൊക്കെ വ്യാഴത്തെ കൊണ്ട് നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ ശ്രദ്ധിക്കും. എന്നാൽ ഈ നിലവിൽ ഈ രാശിയിൽ ജന്മശനി രൂപത്തിൽ ശനി ഉണ്ട്. അപ്പോൾ ശനി ഭഗവാനെ കൂടി പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഈ 12 രാശിയിൽപ്പെട്ട എല്ലാ നക്ഷത്രക്കാരുടെയും കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ രാശിക്കാരുടെയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. വ്യാഴത്തെ കൊണ്ടുള്ള ഇതിൽ പറഞ്ഞതിൽ ചില രാശിക്കാർക്ക് അത്രത്തോളം ശുഭകരമല്ല, ചില രാശിക്കാർക്ക് കൂടുതൽ ഭാഗ്യവും കാര്യങ്ങളും ഉണ്ടാകുന്നതായി കാണുന്നു. അപ്പോൾ അതൊക്കെ ഈ വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള ഇപ്പോഴത്തെ ഈ കർക്കിടക രാശിയിൽ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഈ മോശം ഫലങ്ങൾ ഞാൻ പറഞ്ഞ ചില രാശിക്കാരുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന ദശ, അപഹാരം ഇതൊക്കെ നല്ലതായിരുന്നാൽ ഈ മോശം ഫലം പറഞ്ഞുവെങ്കിലും ആ മോശഫലം കൂടുതലായിട്ട് അനുഭവത്തിൽ വരത്തില്ല. അതുമാത്രമല്ല, ഈ മോശം പറഞ്ഞ ആൾക്കാരുടെ യഥാർത്ഥ ജാതകത്തിൽ വ്യാഴം നല്ല സ്ഥാനത്താണെങ്കിൽ തന്നെയും അതും നമുക്ക് കൂടുതൽ ദോഷങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല. ചെറിയ ഒരു മങ്ങലൊക്കെ വന്നിട്ട് പിന്നെ അത് തെളിയും. അതാണ് ചാരവശാലുള്ള ഫലമാണല്ലോ ഞാൻ ഈ പറഞ്ഞത്, ഇപ്പോൾ വ്യാഴം വരുന്ന സ്ഥിതി വച്ചിട്ട്. അതുപോലെ തന്നെ നമ്മൾ നല്ല ഫലങ്ങൾ, ചാരവശാലുള്ള ഫലം പറഞ്ഞു. എന്നാൽ അവർക്ക് ഇപ്പോൾ നടക്കുന്ന ദശ, അപഹാരം എന്നിവയൊക്കെ ഇവിടെ അടിസ്ഥാനത്തിൽ ദശ മോശമായിരുന്നാലും ചില ക്ഷീണാവസ്ഥകൾ വരും. അതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ജാതകം പരിശോധിക്കണം. അപ്പോൾ അത് പരിശോധിക്കാൻ താല്പര്യമുള്ളവർ എന്നെ വിളിക്കാവുന്നതാണ്. ഇപ്പോൾ നടക്കുന്ന ദശ, അപഹാരം എന്നിവയൊക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ജാതക വിശകലനം ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർക്ക് വിളിക്കാം. അപ്പോൾ ഇതുവരെ
എൻ്റെ ഈ വേഴമാറ്റ വീഡിയോ നിങ്ങൾ കേട്ടും കണ്ടും ഇരുന്ന എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.